നമസ്കാരം. വൃശ്ചിക മാസത്തിലൂടെയാണ് നാം ഏവരും മുന്നോട്ട് പോകുന്നത്. വൃശ്ചിക മാസവുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ഞാൻ ഈ പരാമർശിക്കാൻ പോകുന്ന നക്ഷത്രക്കാർക്ക് ഈ ദിവസങ്ങൾ 5 ദിവസങ്ങൾ അനുകൂലമാണ്. ജീവിതത്തിൽ കൂടുതലായും സൗഭാഗ്യങ്ങൾ, ഐശ്വര്യങ്ങൾ ഇവരെ തേടിയെത്തുന്നതായ ദിവസമാണ് എന്ന് തന്നെ പരാമർശിക്കാം. ആ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്നും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായ ആ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും വിശദമായി തന്നെ മനസ്സിലാക്കാം. ആ ദിവസം നവംബർ 17, നവംബർ 18, നവംബർ 19, 20, 21 എന്നീ 5 ദിവസങ്ങളാകുന്നു. ഈ ദിവസങ്ങളിൽ ഇവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കുകയും ചില സവിശേഷമായ കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യാം. ആ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് പൊതുവിൽ വൃശ്ചിക മാസം അത്ര അനുകൂലമല്ല എന്ന് തന്നെ പരാമർശിക്കാം. എന്നാൽ ഈ പരാമർശിച്ചിരിക്കുന്ന 5 ദിവസങ്ങൾ ഇവർക്ക് കൂടുതലായും അനുകൂലമായി ഭവിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. പലവിധ ദുഃഖങ്ങളും ദുരിതങ്ങളും ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നക്ഷത്രക്കാർ തന്നെയാണ് ഇവർ. എന്നാൽ അതിൽ ചില മാറ്റങ്ങൾക്കുള്ള സാധ്യതയാണ് വന്നു ചേരുക. പ്രധാനമായും ധനപരമായ ചില നേട്ടങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ജീവിതത്തിൽ രക്ഷ നേടുവാൻ സഹായിക്കുന്നതായ ചില അവസരങ്ങളാണ് വന്നു ചേരുക. അത് ജോലിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ ആകാം. പുതിയ ജോലി ലഭിക്കുക, അല്ലെങ്കിൽ ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്ന സമയമാകുന്നു. ചില പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ, പ്രത്യേകിച്ചും ധനപരമായ നേട്ടങ്ങൾക്ക് സഹായകരമായ അപ്രതീക്ഷിതമായ കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ ഈ സമയം തർക്കങ്ങളുണ്ട് എങ്കിൽ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്നതായ സമയമാകുന്നു. അതിനാൽ തന്നെ ഏതൊരു കാര്യത്തിലും വിജയ സാധ്യത വർദ്ധിക്കുന്നതായ സമയമാണ് എന്ന പ്രത്യേകതയുണ്ട്. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ അശ്വതി നക്ഷത്രക്കാർക്ക് ഈ 5 ദിവസങ്ങൾ ധനപരമായും ഭാഗ്യം കൊണ്ടും അനുകൂലമാകുന്ന സമയമാകുന്നു. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് ഒരു പരിധിവരെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന സമയമാകുന്നു. അപ്രത്യക്ഷമായ ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെ പരാമർശിക്കാം. മകീരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി മാറുന്ന ഒരു സാഹചര്യമാണ് വൃശ്ചിക മാസവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുവാൻ സാധിക്കുക. ധനപരമായ നേട്ടങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. പൊതുവിൽ വൃശ്ചിക മാസം മകീരം നക്ഷത്രക്കാർക്ക് അനുകൂലം തന്നെയാകുന്നു. എന്നാൽ പ്രത്യേകിച്ചും ഈ 5 ദിവസങ്ങൾ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. ധനപരവും അതേപോലെ തന്നെ ജോലിയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരാം. പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നും സഹായം ലഭിക്കുക, പ്രതീക്ഷിക്കുന്നതായ ധനം കൈകളിലേക്ക് വന്നു ചേരുക, കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരു പരിധി വരെ തരണം ചെയ്യുക, ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയങ്ങൾ, ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ വിജയ സാധ്യത, ധനപരമായ നേട്ടങ്ങൾ വർദ്ധിക്കുക, വിദ്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും തർക്കങ്ങളുണ്ട് എങ്കിൽ പോലും പരിഹരിക്കുവാൻ സാധിക്കുകയും പല വ്യക്തികളെയും തിരിച്ചറിയുവാൻ സാധിക്കുന്നതായ സാഹചര്യമായി മാറുകയും ചെയ്യാം. ഇപ്പോൾ അനുഭവിക്കുന്നതായ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം എപ്രകാരം കണ്ടെത്തുവാൻ സാധിക്കും എന്ന വ്യക്തമായ ബോധ്യം നിങ്ങളിലേക്ക് വന്നു ചേരാം. അത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കുവാൻ ശ്രമിക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂരം നക്ഷത്രമാകുന്നു. പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി ഭവിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ധനപരമായ നേട്ടങ്ങൾക്ക് പുറമെ സന്തോഷകരമായ നിമിഷങ്ങൾ തന്നെയാണ് വൃശ്ചിക മാസത്തിൽ ഇവർക്ക് പ്രതീക്ഷിക്കുവാൻ സാധിക്കുക. എന്നാൽ ഈ പരാമർശിക്കുന്ന 5 ദിവസങ്ങൾ ഇവർക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ധനപരമായ നേട്ടങ്ങൾ, അപ്രതീക്ഷിതമായ ധനപരമായ നേട്ടങ്ങൾ, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുക, ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയങ്ങൾ, നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുക, ആരോഗ്യപരമായ പ്രശ്നങ്ങളിൽ പരിഹാരം അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങളെ തരണം ചെയ്ത് ആരോഗ്യം വർദ്ധിപ്പിക്കുവാൻ സാധിക്കുക,
മനസ്സിനെ അലട്ടുന്നതായ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുകയോ അത്തരം പ്രശ്നങ്ങളെ ഒഴിവാക്കുവാൻ സാധിക്കുകയോ ചെയ്യാം. കടബാധ്യതകൾ കൊണ്ട് വിഷമിക്കുന്നവർക്ക് ഒരു പരിധിവരെയെങ്കിലും ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുകയോ പ്രതീക്ഷിച്ചതായ ധനം കൈകളിലേക്ക് വന്നു ചേരുകയോ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. മനസ്സിനെ അലട്ടുന്നതായ ചില ചിന്തകൾ അത് നിങ്ങൾ ഒഴിവാക്കുകയും ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുക കൂടി ചെയ്താൽ തീർച്ചയായും നേട്ടങ്ങൾ കൂടുതലായി കൊയ്യാം. കാരണം ഈ സമയം പ്രധാനമായും ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാണ് നിങ്ങൾക്കുള്ളത്. അതിനാൽ ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. അത് ധനപരവും അല്ലാതെയും നേട്ടങ്ങൾക്ക് സഹായകരമായി തീരുന്ന സമയമാണ് എന്ന കാര്യവും ഓർക്കുക. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കേണ്ടതാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ചതയം നക്ഷത്രമാകുന്നു. ചതയം നക്ഷത്രക്കാർക്ക് പൊതുവിൽ ഈ മാസം അത്ര അനുകൂലമല്ല എന്നതാണ് വാസ്തവം. എന്നാൽ ഈ പരാമർശിക്കുന്ന 5 ദിവസങ്ങൾ ഇവർക്ക് അനുകൂലമായി ഭവിക്കാം. ധനപരമായ നേട്ടങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുക, ചെയ്യുന്ന പ്രവൃത്തികളിൽ ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ വിജയ സാധ്യത വന്നു ചേരുക, വന്നു ചേരുന്നതായ പല പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ പോലും വന്നു ചേരാം. കുടുംബ സൗഖ്യം ഒരു പരിധി വരെ വന്നു ചേരാം. ആലസ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞ് അഥവാ പലവിധ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കുവാൻ സാധിക്കുന്നതായ സമയമായി മാറാം. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സംഭവിച്ചതായ പിഴവുകൾ തിരുത്തുവാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധിക്കും. തന്മൂലം ധനപരമായ നേട്ടങ്ങൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ തൊഴിലുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ലഭിക്കാനുള്ള ധനം കൈകളിലേക്ക് വന്നു ചേരുകയോ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ധനം നിങ്ങളുടെ കൈവശം വന്നു ചേരാം. ഇത്തരത്തിൽ അനുകൂലമായ നേട്ടങ്ങളാണ് വന്നു ചേരുക. ഈ സമയം പ്രധാനമായും ധനപരമായ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാകുന്നു. കടബാധ്യതകൾ പോലും ഒരു പരിധിവരെ വീട്ടുവാൻ സാധിച്ചു എന്ന് വരാം. പല ടെൻഷനുകളും ഒരു പരിധിവരെയെങ്കിലും ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ ചില സാഹചര്യങ്ങൾ വന്നു ചേരാം. ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായ സാഹചര്യവും ഈ 5 ദിവസങ്ങളിൽ വന്നു ചേരാം. വിശാഖം നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ധനപരമായ നേട്ടങ്ങൾ പൊതുവിൽ വർദ്ധിക്കുന്നതായ ഒരു മാസം തന്നെയാണ് ഇത്. പൊതുവെ നോക്കുകയാണ് എങ്കിൽ വൃശ്ചിക മാസം വിശാഖം നക്ഷത്രക്കാർക്ക് അനുകൂലം തന്നെയാകുന്നു. ധനപരവും സന്തോഷകരമായ നിമിഷങ്ങളും ജീവിതത്തിൽ വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങളാണ് ഉള്ളത്. ചെയ്യുന്ന പ്രവൃത്തികളിൽ കൂടുതൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നതായ സാഹചര്യമുണ്ട്. അപ്രതീക്ഷിതമായ ധന നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ കൂടുതൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുവാൻ സാധ്യതയുള്ള പിഴവുകൾ അല്ലെങ്കിൽ സംഭവിച്ചു പോയതായ ആ പിഴവുകൾ തരണം ചെയ്യുകയോ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയോ അല്ലെങ്കിൽ ഒഴിവാക്കുവാൻ സാധിക്കുകയോ ചെയ്യാം. അത്തരം പിഴവുകൾ ഭാവിയിൽ ഉണ്ടാകാതെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഇത്തരത്തിൽ പല അനുകൂലമായ ചിന്തകളും മനസ്സിലേക്ക് കടന്നു വരാം. മനസ്സ് പലവിധ പ്രശ്നങ്ങളാൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. എന്നിരുന്നാൽ പോലും അതിൽ ചില പ്രശ്നങ്ങൾക്കെങ്കിലും പരിഹാരം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഒരു പരിധിവരെ ഉണ്ടായിരുന്നതായ സാമ്പത്തികപരമായ പ്രയാസങ്ങൾക്ക് അറുതി വരുത്തുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. പ്രതീക്ഷിക്കുന്നതായ ധനം വന്നു ചേരുക, സഹായധനം ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. ലോൺ ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് എന്ന് തന്നെ പരാമർശിക്കാം. ഇപ്പോൾ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതായ സമയമാകുന്നു.